1 കൊരിന്ത്യർ 12 മുതൽ 26 വരെ. 26-ാമത്തെ വാക്യം മാത്രം ഒന്നുകൂടെ വായിക്കുന്നു. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ നിൻ്റെ തിരുവചനത്തിൻ്റെ അത്ഭുതം അനുഭവിപ്പാൻ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും നീ ഞങ്ങൾക്ക് സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനം സൗഖ്യമായി രക്ഷയുടെ സന്തോഷമായി ഇന്ന് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഭദ്രാസനമായി ഞങ്ങൾ അനുരഞ്ജനം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതനുസരിച്ചും ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ കൃപ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കേറെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ് ബെന്യാമിൻ. ബെന്യാമിൻ്റെ ഏറെ ഹൃദ്യമായ ഒരു ചെറുകഥയാണ് തിരുവസ്ത്രം. അതിലെ പ്രധാന കഥാപാത്രം പൗലോസച്ചനാണ്. പതിവ് പോലെ തൻ്റെ യാമപ്രാർത്ഥനയ്ക്ക് അൾത്താരയുടെ മുൻപിൽ മുട്ടുമടക്കി വേദപുസ്തകം തുറന്നു. അദ്ദേഹത്തിന് ലഭിച്ച വേദഭാഗം, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എനിക്ക് വസ്ത്രം നൽകി, ഞാൻ ജയിലിലും തടവറയിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. വേദപുസ്തകം മടക്കി പ്രാർത്ഥിച്ച് അത്താഴത്തിനിരുന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് കുശിനിക്കാരൻ കൊച്ചാപ്പിയോടൊത്ത് TV കാണാനിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി TV-യിൽ അന്തിച്ചർച്ചയിൽ ഒരേ വർത്തമാനം. ഒരു സ്ത്രീ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ട് അവരുടെ പിന്നാമ്പുറ കഥകളും അവരെക്കുറിച്ചുള്ള മറ്റ് വിവരണങ്ങളുമായി കഴിഞ്ഞ 3-4 ദിവസമായി മാപ്രകൾ അത് ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ ചാനൽ ചർച്ചകൾ നടത്തുന്നവർ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 4 ദിവസമായി ഈ സ്ത്രീ ഒരേ വസ്ത്രമാണ് ധരിക്കുന്നത്. അവരുടെ കുടുംബത്തിലോ ചാർച്ചയിലോ ആരെങ്കിലും അതൊന്നും മാറി മറ്റൊന്ന് ധരിക്കാനുള്ളത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് കണ്ട് ഈ പൗലോസച്ചന് വലിയ സങ്കടം തോന്നി. എന്നാൽ അദ്ദേഹത്തിൻ്റെ സഹായി കൊച്ചാപ്പി പറയുന്നുണ്ട്, അവൾക്ക് അതുതന്നെ വേണം, അല്ലെങ്കിലും ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. അങ്ങനെ പോകുന്നു സംസാരം. ഏതായാലും TV ഓഫ് ചെയ്ത് പൗലോസച്ചൻ കിടന്നു. രാത്രിയിൽ പല പ്രാവശ്യം തൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നു എന്ന് തോന്നി വാതിൽ തുറന്നു. ഓരോ തവണയും വാതിൽ തുറക്കുമ്പോൾ ആരെയും കാണുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ പൗലോസച്ചൻ വളരെ അസ്വസ്ഥനായിരുന്നു. വല്ലാത്ത അസ്വസ്ഥത തോന്നുന്ന ദിവസങ്ങളിൽ തൻ്റെ അസ്വസ്ഥതകൾക്കുള്ള കാരണം എന്താണ്, അതിൻ്റെ വിശദീകരണം എന്താണെന്നറിയാൻ അച്ഛനൊരു ശീലമുണ്ട്. വേദപുസ്തകം വെറുതെ തുറക്കും. ആദ്യം തൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്ന വാക്യമാണ് തനിക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരം. പതിവ് പോലെ വേദപുസ്തകം തുറന്നു. കിട്ടിയ വാക്യം, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു. ദൈവത്തിൻ്റെ ഉത്തരത്തെക്കുറിച്ച് ഏതാണ്ടൊരു ധാരണയായ പൗലോസച്ചൻ പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. കവലയിൽ ധാരാളം ഇടവക ജനങ്ങൾ കൂടിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ സ്ത്രീയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവരൊക്കെ വളരെ പ്രകോപിതരാണ്. ചിലർ കയ്യിൽ ചീമൊട്ട കരുതിയിട്ടുണ്ട്, ചിലർ വടി കരുതിയിട്ടുണ്ട്. സംഗതി പന്തിയല്ലെന്ന് കരുതി അച്ഛൻ തിരിച്ചു വീട്ടിലെത്തി.
വീണ്ടും വേദപുസ്തകം തുറന്നപ്പോൾ അച്ഛന് കിട്ടിയ വാക്യം, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് എന്താവശ്യം? ഞാൻ യാഗത്തിലല്ല കരുണയിലത്രേ പ്രസാദിക്കുന്നത്, നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത്. വീണ്ടും അച്ഛൻ വീടിന് പുറത്തിറങ്ങി നഗരത്തിലെ തുണിക്കടയിൽ ചെന്ന് ഒരു ജോഡി വസ്ത്രം ഈ സ്ത്രീക്ക് വേണ്ടി വാങ്ങി. അപ്പോൾ ആ തുണിക്കടയിലെ ഈ തുണി വിൽക്കുന്ന ആളുകൾ ചോദിച്ചു, എന്താണ് ഈ ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇന്നർവെയറിൻ്റെ ഒരു സൈസ് എന്താണ്? അപ്പോൾ അച്ഛൻ അറിയത്തില്ല. ആ സമയത്ത് ആ തുണിക്കടയിലെ TV-യിൽ ഈ സ്ത്രീയെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് പറഞ്ഞു, ആ സ്ത്രീക്ക് അതിന് ചേർന്നത് വേണം. അവിടെ ധാരാളം അപവാദങ്ങൾ ഉണ്ടായി. അച്ഛൻ ഏതായാലും മെനക്കെട്ട് ഈ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഈ വസ്ത്രം കൊടുത്തു. തിരിച്ച് പാഴ്സനേജിൽ എത്തുന്നതിന് മുൻപ് TV-യിൽ മുഴുവൻ ഫ്ലാഷ് ന്യൂസ്. ഫാദർ പൗലോസ് കുര്യൻ ഇന്നതുപോലെ കൊലപാതക കുറ്റത്തിൽപ്പെട്ട സ്ത്രീക്ക് വസ്ത്രം നൽകി. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇവർ തമ്മിൽ എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? പിന്നെ വ്യാഖ്യാനങ്ങളായി. അച്ഛൻ തിരിച്ച് പാഴ്സനയിലെത്തിയപ്പോൾ മുറ്റത്ത് മുഴുവൻ വലിയ ആൾക്കൂട്ടം. ജനം വല്ലാതെ ക്രുദ്ധിച്ചിരിക്കുന്നു. ആളുകൾ അക്രമാസക്തരാണ്. ഏതു നിമിഷവും അക്രമം പൊട്ടിപ്പുറപ്പെടാം. കപ്പ്യാര് പറഞ്ഞു, അച്ഛൻ പെതുക്കെ സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്. പൗലോസ് അച്ഛൻ പെതുക്കെ പാഴ്സനേജിൽ നിന്ന് ഇറങ്ങി നടന്നു. ഇതിനിടയിൽ ഏതാനും കൂർത്ത കല്ലുകൾ അച്ഛൻ്റെ ശരീരത്ത് വന്ന് പതിച്ചു. അച്ഛൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. എന്തിനാണ് പൗലോസ് അച്ഛൻ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഇവിടെ പൗലോസ് അച്ഛനും കുശിനിക്കാരൻ കൊച്ചാപ്പിയും രണ്ട് തരത്തിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രതിനിധികളാണ്. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രതിനിധീകരിക്കുന്ന ഒരു ക്രൈസ്തവ മൂല്യവും ബിഷപ്പ് മാരിയൻ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു വിശ്വാസധാരയും. ഇപ്പോൾ അമേരിക്കയിലെ പത്രങ്ങളിലൊക്കെയുള്ള പ്രധാന തലക്കെട്ട് ഇങ്ങനെയാണ്, ദ സിൻ ഓഫ് എംപതി. സഹാനുഭൂതി ഒരു പാപമാണ്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യമാണ് തിരുമേനി നമുക്കായി വായിച്ചത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അതുകൊണ്ട് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മുടെ സ്നേഹവും സഹാനുഭൂതിയും എന്തെങ്കിലും യോഗ്യതയുടേതോ അർഹതയുടേതോ അടിസ്ഥാനത്തിലാകാൻ പാടുണ്ടോ? നമ്മളിന്ന് കുറിവാക്യമായി വായിച്ചത്, ഒരവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങൾ ഒക്കെയും മാനം അനുഭവിക്കും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് സഭയിലെ വിഭാഗീയത കൈകാര്യം ചെയ്യാൻ അതിനൊരു പരിഹാരം എന്നോണം നിർദ്ദേശിക്കുന്ന ഒരു മാതൃകയാണ് ശരീരത്തിൻ്റെ മാതൃക. ഇതിനെക്കുറിച്ചുള്ള പ്രായോഗികമായ നൈതിക വിശദീകരണങ്ങൾ ശനിയാഴ്ച, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച എന്ന് പറയുന്നത് തിരുമേനി അഭിപ്രായം മാറ്റരുത് എന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച എന്ന് പറയും. അപ്പം ശനിയാഴ്ച അതിൻ്റെ മറ്റ് വശങ്ങൾ പറയും. എന്നാൽ ഇന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഭദ്രാസനം സഭ ഒരു അനുരഞ്ജന സമൂഹമാണ്. ചർച്ച് ആസ് എ റെക്കൺസൈലിംഗ് ആൻഡ് റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി. അനുരഞ്ജനപ്പെട്ട ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാതൃകയായി, ഏറ്റവും നല്ല സാദൃശ്യമായി പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിക്കുന്നത് ശരീരമാണ്.
ശരീരമാണ് സഭ എങ്ങനെയായിരിക്കണം എന്നത് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ടെംപ്ലേറ്റ്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം വളരെ ജൈവികമായ ബന്ധമാണ്. ഞാനത് വിശദീകരിക്കാം. ലോകത്ത് 2 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അതിൽ ഒന്ന് യാന്ത്രിക ബന്ധം. ഇതൊരു ഫിലോസഫിയാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ചിലരെങ്കിലും വായിച്ചിട്ടുള്ള പുസ്തകമാണ് ഫ്രാൻസിസ് ബേക്കന്റെ സയൻസിനെ കുറിച്ചുള്ള പുസ്തകം, അല്ലെങ്കിൽ കാപ്രയുടെ ദ ടാവോ ഓഫ് ഫിസിക്സ്. ഇതിലൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് യന്ത്ര മാതൃകയാണ്. ഈ യന്ത്ര മാതൃകയുടെ ഒരു പ്രത്യേകത എന്നത് അതിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ആന്തരികമായ ബന്ധമില്ല, ബാഹ്യമായ ബന്ധം മാത്രമേ ഉള്ളൂ. ഞാനതൊന്നുകൂടെ പറയാം. ഒരു യന്ത്രത്തിൻ്റെ പ്രത്യേകത യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ആന്തരികമായ ഒരു നൈരന്തര്യമില്ല. അതിൻ്റെ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തികച്ചും ബാഹ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അവയവം കേടായാൽ അത് മാറ്റി മറ്റൊന്ന് അവിടെ വയ്ക്കാം. എന്നാൽ ശരീരം അങ്ങനെയല്ല. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധം ബാഹ്യമല്ല, ആന്തരികമാണ്. അപ്പോൾ 2 തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഒന്ന് ഒരു യന്ത്ര ബന്ധം. അതിനുപയോഗിക്കുന്ന വാക്ക് മെക്കനിസ്റ്റിക് വേൾഡ് വ്യൂ എന്നാണ്. പോട്ടെ. രണ്ടാമത്തേത് ശരീര മാതൃക, ഓർഗാനിക് അല്ലെങ്കിൽ ജനറ്റിക് ബന്ധം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ നമ്മുടെ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് വിശദീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു ബന്ധം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുണ്ട്. ഒരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധം ചില ബാഹ്യമായ ഘടനാസംബന്ധമായ ഭരണപരമായ ഒരു ബന്ധമല്ല. ഒരു ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എങ്ങനെ ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഒരു ബന്ധമാണ് വിശ്വാസികളായ നമ്മൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാധ്യമായ ഒരൈക്യമാണ് ഈ ഓർഗാനിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആത്മാവിലുള്ള ഐക്യമാണെങ്കിൽ ആ ഐക്യത്തിൻ്റെ മുഖമുദ്ര എന്നത് ആത്മാവിൻ്റെ ഫലമായിരിക്കണം. ഞാനും നിങ്ങളും വിശ്വാസികൾ തമ്മിൽ പരിശുദ്ധാത്മാവിലുള്ള ഐക്യമാണോ എന്നറിയണമെങ്കിൽ ആ ഐക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രകടമാകാത്ത യൂണിറ്റി എന്ന് പറയുന്നത് അത് ഐക്യമല്ല, അത് ചില കൊടുക്കൽ വാങ്ങലുകളാണ്. ശരീരത്തെ, സഭയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സാദൃശ്യമായി പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് അവയവങ്ങൾ തമ്മിൽ ഒരു ആന്തരികമായ ബന്ധമുണ്ട് എന്നതുകൊണ്ടാണ്. നമ്മൾ സാധാരണ സഭയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. ഒന്ന്, ഇതൊരു കവനൻ്റൽ കമ്മ്യൂണിറ്റിയാണ്, ഇതൊരു ഉടമ്പടി സമൂഹമാണ്, ഇതൊരു ബദൽ സമൂഹമാണ്. നമ്മളെല്ലാവരും തമ്മിൽ ഒരു രക്തബന്ധമുണ്ട്. ഈ രക്തം എന്നത് യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ്. അതുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായിരിക്കുന്ന നമ്മൾ തമ്മിൽ ആന്തരിക ബന്ധമുണ്ട്, ഒരു രക്തബന്ധമുണ്ട്. നമ്മൾ ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്, ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണ്. ഇത് ഒരു വിപ്ലവമാണ്.
കാരണം നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല പല നാടുകളിലും മനുഷ്യർ തമ്മിൽ ഉയർന്നവരും താഴ്ന്നവരും, കൊള്ളാവുന്നവരും കൊള്ളരുതാത്തവരും, നീതിമാന്മാരും പാപികളും, വരേണ്യവർഗത്തിൽപ്പെട്ടവരും അവർണരും, ഇങ്ങനെയൊക്കെയുണ്ട്. എന്നാൽ എല്ലാ വിഭാഗീയതകളെയും അതിജീവിച്ചുകൊണ്ട് ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന, ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്ന ഒരു പുതിയ സമൂഹമാണ് നമ്മൾ. അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഭ എന്നത്, വിശ്വാസികളുടെ സമൂഹം എന്നത് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ തുള്ളുന്നതല്ല. ഇതൊരു സെൽഫ് ഡില്യൂഷൻ അല്ല, മറിച്ച് ലോകത്തെ ഞെട്ടിക്കുന്ന, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന, ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ഒരാന്തരിക ഐക്യം അനുഭവിക്കുന്നവരാണ് വിശ്വാസ സമൂഹം. ഈ ആന്തരിക ബന്ധത്തെ, ഈ ജൈവിക ഓർഗാനിക് ബന്ധത്തെ നമുക്ക് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. നിങ്ങളും ഞാനും സഹോദരങ്ങളല്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും അങ്ങനെ അല്ലാതാകുന്നില്ല. അമ്മ ദേഷ്യം വരുമ്പോൾ പറയുക നീ എൻ്റെ മോനല്ല. മക്കൾ ദേഷ്യം വരുമ്പോൾ പറയുക നിങ്ങൾ എൻ്റെ അപ്പനല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ അല്ലാതാകുന്നില്ല. അപ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള ആന്തരിക ഐക്യം അൺഡിനയബിൾ ആണ്. എങ്ങനെ? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ലോകത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്തതുപോലെ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ മക്കളെ മാറ്റി മറ്റൊരാളെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ചോരയിൽ പിറന്ന മക്കൾക്ക് പകരമാവില്ല. അതുകൊണ്ട് ഇത് അൺഡിനയബിൾ ആണ്, ഇറീപ്ലേസബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാം. നമ്മൾ തമ്മിലുള്ള ആന്തരിക ഐക്യം പരിശുദ്ധാത്മാവിനാൽ സാധ്യമായതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരങ്ങളാണ്, നമ്മൾ ഒരേ രക്തത്തിൽ പിറന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ഐക്യം അൺഡിനയബിൾ ആണ്, ഇറീപ്ലേസബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്. ഈ ആന്തരിക ബന്ധത്തെ കുറച്ചുകൂടെ വിശദീകരിക്കാൻ നമുക്ക് ശാസ്ത്രത്തിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇന്ന് ന്യൂറോ സയൻസ് ധാരാളം വികസിച്ചിട്ടുള്ള ഒരു കാലമാണ്. മലയാളത്തിൽ ന്യൂറോ സയൻസിനെ കുറിച്ച് ഏറെ എഴുതിയിട്ടുള്ള ആളാണ് എതിരൻ കതിരവൻ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, എവ്രിതിങ് ഈസ് എവ്രിവെയർ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കൈ ചലിപ്പിക്കുമ്പോൾ, ഈ ചലിപ്പിക്കുന്നത് എൻ്റെ കൈയാണെങ്കിലും ഈ കൈ ഒറ്റയ്ക്കല്ല ചലിക്കുന്നത്. ഈ കൈ ചലിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തിലെ ലക്ഷക്കണക്കിന് ന്യൂറോണുകൾ സഹകരിക്കണം. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാല് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് നമ്മുടെ വയറിൻ്റെ പ്രയാസം കൊണ്ടാവാം. ഓർമ്മയ്ക്ക് പ്രശ്നമുണ്ടാവുന്നത് വയറിൻ്റെ പ്രശ്നം കൊണ്ടാവാം. അതുകൊണ്ട് ന്യൂറോ സയൻസ് പറയുന്നത് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് ആ അവയവത്തിൻ്റെ കുഴപ്പമാണെന്ന് ധരിക്കരുത്. കാരണം ഒരു ശരീരത്തിലെ അവയവങ്ങളെല്ലാം തമ്മിൽ ഒരു ആന്തരിക ബന്ധമുണ്ട്. ഇത് ശാസ്ത്രീയമായും വിശ്വാസപരമായും ഇത് ശരിയാണ്. ഈ അവയവങ്ങൾ തമ്മിൽ ഒരു ഐക്യമുണ്ട്. നമ്മുടെ തീത്തോസ് തിരുമേനി ന്യൂ വിഷൻ മാസികയിൽ എഴുതിയ എഡിറ്റോറിയലാണെന്ന് തോന്നുന്നു, തിരുമേനി ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, അവയവ പൊരുത്തം. അവയവങ്ങൾ തമ്മിൽ ഒരു പൊരുത്തമുണ്ട്, ഈ ആന്തരിക ഐക്യം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഈ ആന്തരിക ഐക്യത്തെ
ജൈവികമായ ബന്ധത്തെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. കുറേ വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു യൂട്രസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു 7-8 ദിവസം കിടന്നു. എന്നെക്കൊണ്ട് കാര്യമായി പ്രയോജനമൊന്നുമില്ലെന്നും ഞാൻ ഒരു യൂസ്ലെസ് ആണെന്നും ആ തള്ളയ്ക്ക് വിചാരമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഏതായാലും ഒരു 7-8 ദിവസം ആശുപത്രിയിലുണ്ടല്ലോ, ഞാൻ ബൈസ്റ്റാൻഡർ ആവാം. കാരണം സ്വത്ത് വീതം വെക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുതില്ല. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നൊരു ക്ലെയിം വേണമല്ലോ. ഞാൻ ആശുപത്രിയിലായിരുന്നു, നീ എനിക്ക് ബൈസ്റ്റാൻഡർ ആയിരുന്നു എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ 7-8 ദിവസം രാത്രിയിൽ ഞാനാണ് എൻ്റെ അമ്മയ്ക്ക് കൂട്ട്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കറിയാം എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലാത്തപ്പം എങ്ങനെയാണ്, അത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ കട്ടിലിൽ കിടക്കുന്നു, ഞാൻ തൊട്ട് താഴെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഒരു ചെറിയ ബെഡുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇടയ്ക്ക് അമ്മയ്ക്ക് ബാത്റൂമിൽ പോകണം. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പം എനിക്ക് ബോധമില്ലെന്നും എന്നെ വിളിച്ചാൽ എനിക്കത് ഇഷ്ടപ്പെടത്തില്ലെന്നും മമ്മിക്കറിയാം. അതുകൊണ്ട് ബാത്റൂമിൽ പോകേണ്ട സമയമാകുമ്പോൾ പെതുക്കെ വിളിക്കും. ഉറക്കത്തിനൊരു പ്രശ്നവുമില്ല, എന്നാൽ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, വളരെ ചെറിയ ശബ്ദത്തിൽ മോനെ എന്ന് വിളിക്കും. അതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഞാൻ കേട്ടില്ല. മോനെ എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഉണരും. അപ്പം ഞാൻ മമ്മിയോട് ചോദിക്കും, ഒത്തിരി പ്രാവശ്യം വിളിച്ചായിരുന്നോ? ഇല്ല, ഒറ്റ പ്രാവശ്യം വിളിച്ചുള്ളൂ. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഉറങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോകത്തിൽ എന്താ സംഭവിക്കുന്നെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാതെ ബോധമില്ലാതെ ഉറങ്ങുന്ന ഞാൻ, എൻ്റെ അമ്മ ബാത്റൂമിൽ പോകേണ്ട സമയമാകുമ്പോൾ എൻ്റെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി വളരെ ചെറിയ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണരുന്നത്? ഇതാണ് ജൈവബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിൻ്റെ പേരാണ് ഓർഗാനിക് റിലേഷൻഷിപ്പ്. ഇങ്ങനെ ഒരു ബന്ധമാണ് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ടത്. ഒരു നേർത്ത ഞരക്കം പോലും, ഒരു നേർത്ത നിലവിളി പോലും കേൾക്കാൻ അബോധ തലത്തിൽ നമുക്ക് സാധിക്കുന്ന ഒരു ഉത്തമമായ സമൂഹമാണ് ഈ പുതിയ നിയമ സമൂഹം, ബദൽ സമൂഹമായ സഭ. ഒരു ഉദാഹരണം കൂടെ പറയാം. 3-4 വർഷം മുമ്പ്, 3-4 ഇച്ചിരി വേണേൽ കുറയ്ക്കാം, ഒരു 2 വർഷം മുമ്പ് എൻ്റെ അനിയൻ്റെ മോളുടെ ബർത്ത്ഡേ. അപ്പം ഞാൻ കോട്ടയത്തു നിന്ന് വീട്ടിൽ ചെന്നു. ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചിവരെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് കരുതി ഞാൻ വണ്ടി, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു വണ്ടി ഇടാനുള്ള സ്ഥലമേ ഉള്ളൂ. പണ്ട് ബെൻസൊക്കെ കിടന്ന വീടാണെങ്കിലും ഇപ്പം അത്രയും വലിപ്പമില്ല. അപ്പോൾ വണ്ടി അങ്ങോട്ട് കയറ്റി ഇട്ടു. അപ്പോൾ എൻ്റെ അനിയൻ അപ്പുറത്തെ വീട്ടിൽ വണ്ടി ഇടാനായിട്ട് അവനും ഭാര്യയും കൂടെ പോയി. പിള്ളേർ 2 പേരും എൻ്റെ കൂടെയാണ്. കാറ് തുറന്നു, അവരിറങ്ങി. പിള്ളേർ ഡോറ് തുറക്കാനായി അങ്ങോട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഒരൊറ്റ കരച്ചിൽ. ഞാൻ നോക്കിയപ്പം എൻ്റെ അത്രയും പൊക്കമുള്ള ഒരു ഭയങ്കര പട്ടി. പിള്ളേർ കിടന്ന് കരയാൻ തുടങ്ങി. പട്ടി എൻ്റെ അടുത്ത് നിൽക്കുക. എന്നെ പല പ്രാവശ്യം പട്ടി കടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ കുണ്ടറ വെച്ചിട്ടാണ് എന്നെ ഈ പട്ടി കടിച്ചത്. അവരഴിച്ചു വിട്ടാണോ എന്ന് എനിക്കിപ്പോഴും അതിൻ്റെ അകത്ത് സംശയമുണ്ട്. അപ്പോൾ ഈ പട്ടി മുമ്പിൽ നിൽക്കുകയാണ്, കുഞ്ഞുങ്ങൾ കിടന്ന് കരയുക. അപ്പം ഞാൻ എന്തായാലും അങ്ങ് നിന്നു, നേരെ നിന്നു. ഈ പട്ടി 2 കാലും എടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് വെച്ചിട്ട് എന്നെ ഇങ്ങനെ മണപ്പിക്കാൻ തുടങ്ങി.
അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം മാർത്തോമാ സഭയിൽ പട്ടി കടിച്ച് ചാവുന്ന ആദ്യത്തെ അച്ഛൻ ഞാനായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം ഇനി ഒന്നുമില്ല നഷ്ടപ്പെടാൻ. അത്രയും ഫെറോഷ്യസ് ആയ ഹ്യൂജ് പട്ടി ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മണപ്പിച്ചു. പിള്ളേർ കിടന്ന് കരയുന്നുണ്ട്. ഞാൻ ഏതാണ്ട് മരിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഇതീത്തോസ് തിരുമേനി വന്ന് അനുശോചനം പറയുന്നതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. പട്ടി കടിച്ചാലും അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. കുറച്ചു നേരം ഇങ്ങനെ നിന്നു. അവസാനം മണപ്പിച്ചിട്ട് പട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പട്ടി അങ്ങ് പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും ഇയാളെ പട്ടിക്ക് പോലും. അപ്പം ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ കരഞ്ഞ സമയത്ത് എങ്ങനെയാണ് ഞാൻ അവിടെ ഓടാതെ നേരെ നിന്നത്? എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി. ഇതാണ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്ന. ആ വാക്യത്തിൻ്റെ അർത്ഥം സെമിനാരി കോശിയച്ചന് പോലും മനസ്സിലായിട്ടില്ല ഇതുവരെ. എനിക്ക് അന്നാ മനസ്സിലായത്. അപ്പോൾ എവിടെ നിന്നാണ്? പൊതുവേ എനിക്ക് നായ്ക്കളെ ഭയമാണ്. പക്ഷെ എവിടെ നിന്നാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയത്? എൻ്റെ അമ്മ വളരെ നേർത്ത ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഉണർന്നു? അനിയൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ധൈര്യം സംഭരിച്ചു? ഈ ബന്ധത്തിൻ്റെ പേരാണ് ജൈവബന്ധം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ബന്ധമാണ് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പേരാണ് അനുരഞ്ജനം. ഇങ്ങനെ ഒരു റെക്കൺസിലിയേഷൻ, ഇങ്ങനെ ഒരു അനുരഞ്ജനം നടക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് കുറിവാക്യമായി വായിച്ചതുപോലെ ഒരു അവയവത്തിൻ്റെ മാനം ശരീരത്തിൻ്റെ മുഴുവൻ മാനമായി മാറും. ഒരവയവത്തിന് സംഭവിക്കുന്ന അപമാനം ശരീരത്തിൻ്റെ മുഴുവൻ അപമാനമായി മാറും. ഇത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവുന്ന കാര്യം. ഇതിനകത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ ദയവായി ചിന്തിക്കല്ലേ. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരവയവത്തിന്, ഉദാഹരണത്തിന് നമ്മുടെ കൈക്ക് അല്ലെങ്കിൽ നമ്മുടെ കാലിന്, കണ്ണിന് എന്തെങ്കിലും ഒരു കോട്ട് അൺകോട്ട് ഒരു വൈരൂപ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തു വിളിക്കും? ഇപ്പം കോങ്കണ്ണുള്ള ഒരാൾ, ഞാൻ ആ വാക്ക് കറക്റ്റ് അല്ല എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറയുന്ന, ക്ഷമിക്കണം. കോങ്കണ്ണുള്ള ഒരാളെ നമ്മൾ സാധാരണ എന്താ വിളിക്കുന്നേ? നിങ്ങൾക്കറിയാം. കാലിന് ശരിക്കും പറഞ്ഞാൽ ഒരു ശരീരത്തിൽ ഒരു ചെറിയ അവയവത്തിന് ഒരു ചെറിയ പ്രയാസമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ മുഴുവൻ ആ ഒരു ചെറിയ സങ്കട അനുഭവത്തിൻ്റെ പേരിലാണ് വിളിക്കുന്നത്. ഇനി ഒരു നല്ല മൂക്കുണ്ട്, പെൺകുട്ടികളാണ്, നല്ല മൂക്കുണ്ടെങ്കിലോ എന്തു പറയും? അതിൻ്റെ ക്രെഡിറ്റ് ശരീരത്തിന് മൊത്തം കിട്ടും. ഇവിടെ പറയുന്നു, ഒരു അവയവത്തിന് എന്തെങ്കിലും മാനമുണ്ടെങ്കിൽ അത് മുഴുവൻ ശരീരത്തിൻ്റെയും മാനമാണ്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ക്ഷീണം സംഭവിച്ചാൽ, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് മുഴുവൻ ശരീരത്തിൻ്റെയും. ഇത് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇതുണ്ട്. ഏതെങ്കിലും ഒരു ഉയർന്ന കുടുംബത്തിലെ ഒരു കുട്ടി താഴ്ന്ന കുടുംബത്തിലെ ഒരാളെ കെട്ടിയാൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില കൊലപാതകങ്ങൾ ഉണ്ടാവും. അതിന് അഭിമാന ഹത്യ അല്ലെങ്കിൽ ഓണർ കില്ലിംഗ് എന്നവർ. ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ഒരാളെ കല്യാണം കഴിച്ചാൽ കുടുംബത്തിന് എങ്ങനെയാണ് മാനക്കേടുണ്ടാവും? അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരീരത്തിൽ ഒരവയവത്തിന് മാനമുണ്ടായാൽ അത് മുഴുവൻ ശരീരത്തിന് മാനം നൽകുന്നു. ഏതെങ്കിലും ഒരവയവത്തിന് മാനക്കേടുണ്ടായാൽ അത് മുഴുവൻ ശരീരത്തിനും. ഇപ്പം നമ്മുടെ MP ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ഈ സാധാരണ പ്രവർത്തകനായി നടന്ന സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധക്കാർ ഇപ്പോൾ ഉണ്ട്.
നാളെ ഈ അധികാരം പോയാൽ പോകാതിരിക്കട്ടെ. ഞാൻ പണ്ട് ബിഷപ്പ് ഇലക്ഷന് നിന്ന ആളാണ്, 8 നില പൊട്ടിയ ആളാണ് ഞാൻ. അപ്പോൾ ആ ഇലക്ഷൻ്റെ സമയത്ത് എന്നെ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു നമ്മളൊരു കുടുംബക്കാരാന്ന് പറഞ്ഞു. ഞാൻ തോറ്റു കഴിഞ്ഞിട്ട് അവരെയൊക്കെ വിളിച്ച് നോക്കിയിട്ട് ഒരുത്തിനും എടുക്കുന്നില്ല ഫോൺ. അപ്പം നമുക്ക് അധികാരവും സ്ഥാനവും ഉണ്ടെങ്കിൽ അത് മുഴുവൻ കുടുംബത്തിൻ്റെയും മാനമാണ്. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് IAS കിട്ടിയെന്ന് വിചാരിക്കാം, ഒരു ബന്ധവും ഇല്ലെങ്കിലും പറയും എൻ്റെ കസിനാന്ന് പറയും. എന്നാൽ കഞ്ചാവ് കേസ് പിടിച്ച ഒരുത്തനുണ്ടെങ്കിലോ ഒരു ഡിസ്റ്റൻ്റായിട്ടൊക്കെ വരും, കസിനല്ല. അപ്പം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ യുക്തി തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒരവയവത്തിന് മാനമുണ്ടെങ്കിൽ അത് മുഴുവൻ ശരീരത്തിൻ്റെയും മാനമാണ്. വിശ്വാസികൾ തമ്മിലുള്ള ആന്തരിക ഐക്യം ഇങ്ങനെയാവണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് there is no private suffering. ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് വേദനയുണ്ടെങ്കിൽ അത് ആ അവയവത്തിൻ്റെ വേദനയല്ല, അത് ശരീരത്തിൻ്റെ വേദനയാണ്. മാനം കിട്ടുമ്പോൾ അത് ഷെയർ ചെയ്യാൻ ഇടവകക്കാർ തയ്യാറാണ്. എന്നാൽ ഇടവകയിൽ ഒരു ചെറുപ്പക്കാരൻ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചാൽ അത് ഇടവകയുടെ മുഴുവൻ സങ്കടമായി നമുക്ക് ഏറ്റെടുക്കണം. ഇതാണ് എമ്പതി എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു എമ്പതി പാപമാണെന്നാണ് ഇപ്പോഴത്തെ വ്യാഖ്യാനം. ഞാനൊരു വാക്ക്, ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാം, അത് എൻ്റെ വാക്കല്ല. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഔചിത്യക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെയാണ് ബാസ്റ്റാർഡൈസേഷൻ ഓഫ് ദ ഗോസ്പൽ. ഇത് ഇന്നത്തെ ഒരു അമേരിക്കൻ സാഹചര്യത്തിൽ ഉണ്ടാക്കിയ വാക്കാണ്. ഏതാണ്ട് 90 ലക്ഷത്തോളം ആളുകൾ ലൈംഗിക ന്യൂനപക്ഷങ്ങളാണ്. അവർക്ക് അവരുടെ ഒരു പൗരത്വ സംബന്ധമായ രജിസ്റ്ററിലും അവരുടെ പേരോ അവരുടെ അസ്തിത്വമോ ചേർക്കാൻ കഴിയുന്നില്ല. ഇതിനെ സുവിശേഷം എന്നാണ് ഒരു കൂട്ടർ വ്യാഖ്യാനിക്കുന്നത്. ആ സുവിശേഷത്തിൻ്റെ പേരാണ് ബാസ്റ്റേർഡൈസേഷൻ ഓഫ് ദ ഗോസ്പൽ. ഒരു ശരീരത്തിന് ഒരു അവയവത്തിനൊരു വേദന ഉണ്ടായാൽ അത് മുഴുവൻ ശരീരത്തിൻ്റെയും വേദനയാണ്. നമുക്ക് നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ഭദ്രാസനത്തിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു വേദനയുണ്ടായാൽ അത് ഇടവകയുടെ വേദനയായി മാറുന്നില്ല. നമുക്ക് ഒരു വല്ലാത്ത മരവിപ്പുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു സിനിമ മാർക്കോയാണ്. ഞാനത് വൈകാതെ കാണണം, സഭയ്ക്ക് വേണ്ടിയാണ് അത് കാണണമെന്ന് ഞാൻ വിചാരിക്കുക. അത് ഇതുവരെ കാണാനൊരു ധൈര്യമില്ലാത്തതിൻ്റെ കാരണം അതിലെ വയലൻസ് വളരെ കൂടുതലാണ്. എന്നാൽ പിള്ളേർക്കും ചെറുപ്പക്കാർക്കും എല്ലാം അതും മതി. അതുകൊണ്ട് ഒരു തരം മരവിപ്പ്, നമ്മൾ ഏതെങ്കിലും ഒരു ചൂടുള്ള പാത്രത്തിൽ തൊട്ടാൽ നമ്മുടെ ശരീരം മുഴുവൻ, ദ ഹോൾ ബോഡി ഈസ് റീകോയിൽഡ്. അങ്ങനെ ഏതെങ്കിലും ഒരു അവയവത്തിന് പൊള്ളലുണ്ടാകുമ്പോൾ മുഴുവൻ ശരീരവും പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, ആ ശരീരത്തിൽ കുഷ്ഠമുണ്ട്. മരവിപ്പെന്ന് പറയുന്നത് ഒരു അവയവത്തിൻ്റെ വേദന ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ആ ആത്മീയ രോഗത്തിന് നമുക്ക് കുഷ്ഠം എന്ന് പറയാം. സാറ ജോസഫ് ടീച്ചറിൻ്റെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക്. അതിൽ രസകരമായ ഒരു കഥയുണ്ട്, നമ്മോട് കൂടെയുള്ളവർ. അതിലെ ഒരു വാചകം ഇങ്ങനെയാണ്: ഇപ്പോൾ കരഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെ നിങ്ങൾ അതിജീവിക്കില്ല. ടീച്ചർ ഒരു പ്രത്യേക നഗരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ നഗരത്തിലുള്ളവർക്ക് കരയാൻ അറിയില്ല. കരയാൻ മറന്നുപോയ ഒരു നഗരത്തെ 150 രൂപ കൊടുത്താൽ ഒരു മനുഷ്യൻ കരയിപ്പിക്കും. അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അയാൾ പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ കരഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെ നിങ്ങൾ അതിജീവിക്കുകയില്ല.
ശരീരത്തിൽ ഒരു അവയവത്തിന് വേദന ഉണ്ടായാൽ അത് മുഴുവൻ ശരീരത്തിൻ്റെയും വേദനയായി മാറുന്ന ഒരു ആന്തരിക ജൈവ ബന്ധം വിശ്വാസികൾ തമ്മിൽ ഉണ്ടാവണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പേരാണ് അനുരഞ്ജനം. 2 കാര്യങ്ങളും കൂടെ പറഞ്ഞ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങനെ ഒരു ആന്തരിക ഐക്യം സാധിക്കണമെങ്കിൽ 2 മനോഭാവങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്ത് 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ശരീരം ഒരു അവയവമല്ല, പലതത്രേ. അപ്പോൾ നമ്മൾ സഹവിശ്വാസികൾ തമ്മിൽ ഒരു ആന്തരിക ജൈവ ബന്ധം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാവേണ്ട സ്പിരിച്വൽ ഡിസ്പൊസിഷൻ എന്ന് പറയുന്നത് ഐ ആം നോട്ട് ദ ബോഡി. ഞാനല്ല സഭ, ഞാനല്ല ഇടവക, ഞാൻ ഇടവകയാകുന്ന സഭയാകുന്ന ശരീരത്തിലെ ഒരു അവയവം മാത്രമാണ്. ഞാൻ കണ്ണാണെങ്കിൽ കണ്ണല്ലാത്ത മറ്റൊരവയവത്തിനോട് പറയുകയാണ് നീ കണ്ണല്ല, കാലാണ്, അതുകൊണ്ട് ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാനാവില്ല. ഐ ആം നോട്ട് ദ ബോഡി. ഞാനല്ല ശരീരം. നമ്മൾ കേട്ടിട്ടുണ്ട് ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ ഫ്രാൻസിൽ രാജാക്കന്മാർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് ദ ചർച്ച്, ഐ ആം നോട്ട് ദ ഡയസിസ്, ഐ ആം നോട്ട് ദ പാരിഷ്. ഞാനല്ല ഭദ്രാസനം, ഞാനല്ല ഇടവക, ഞാൻ ഇടവകയിലെ പല അവയവങ്ങളിൽ ഒരു അവയവം മാത്രമാണ്. അതുകൊണ്ട് ആന്തരിക ഐക്യം സാധിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ആദ്യത്തെ വിചാരം ഞാൻ ശരീരമല്ല, ഒരു അവയവം മാത്രമാണ്. 2 അവിടെ പറയുന്നു, 1 കൊരിന്ത്യർ 12:21 മുതൽ 25 പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് പറയാം സിൻ ഓഫ് സെൽഫ് സഫിഷ്യൻസി അല്ലെങ്കിൽ ഓട്ടോണമി. ഒരവയവും സ്വയം പര്യാപ്തമല്ല. നീ ഇല്ലാതെ ഞാനില്ല. നമ്മുടെ അച്ഛന്മാരൊക്കെ പള്ളിയിൽ പലവട്ടം പ്രസംഗിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്, ഒരു ആഫ്രിക്കൻ കഥ. നിങ്ങളത് പലവട്ടം കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ നിങ്ങൾ ഇരുന്ന് ഒന്ന് സഹായിക്കണം. ഒരു മിഷണറി ആഫ്രിക്കയിൽ ചെന്ന് കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർക്ക് വേണ്ടി ഒരു മത്സരമൊക്കെ നടത്തി. ദൂരെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് മിഠായിയൊക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ മിഠായി ആദ്യം ഓടി ചെല്ലുന്നയാൾക്ക് എടുക്കാം. അപ്പോൾ വിസിലടിച്ചു. സായിപ്പിൻ്റെ ബുദ്ധിയിൽ ഇവർ മത്സരിച്ചോടും എന്നൊക്കെയാണ് സായിപ്പ് കരുതിയത്. എന്നാൽ ഈ കുട്ടികൾ ഇവർ കൈ ചേർത്ത് പിടിച്ച് ഒരുമിച്ചാണ് ഓടിയത്. ഒന്നാമതെത്തി മുഴുവൻ മിഠായിയും അമക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിൽ ഈ കുട്ടികൾ ഒരുമിച്ചാണ് ഓടിച്ചെല്ലും. അപ്പോൾ കുട്ടികളെ വിളിച്ചിട്ട് സായിപ്പ് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? അവർ പറഞ്ഞു, ഉബുണ്ടു. ഒരു ആഫ്രിക്കൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം നീ ഇല്ലാതെ ഞാനില്ല. ഇവരെയാണ് നമ്മൾ സുവിശേഷം പറഞ്ഞ് വഷളാക്കിയത്. അവർ പറയാണ് ഉബുണ്ടു, നീ ഇല്ലാതെ ഞാനില്ല. ഒരു അവയവവും ശരീരത്തിലെ മറ്റവയവങ്ങളോട് പറയരുത് നിന്നെ എനിക്ക് ആവശ്യമില്ല. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഓരോ മതവും ഓരോ സഭയും കുറുവടികൾ എടുക്കുന്ന കാലമാണ്. കുറുവടികളുടെ കാലത്ത് NN കക്കാട് പറയുന്നത് പോലെ അന്യോന്യം ഊന്നുവടികളാവാം. കുറുവടികളുടെ കാലത്ത് അന്യോന്യം ഊന്നുവടികളാവുന്നതിൻ്റെ പേരാണ് റെക്കൺസിലിയേഷൻ. സഭ ഒരു അനുരഞ്ജന സമൂഹമാണ്.
സഭ അനുരഞ്ജനപ്പെട്ട ഒരു സമൂഹമാണ്. ചർച്ച് ഈസ് എ റെക്കൺസൈലിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ചർച്ച് ഈസ് എ റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി. ഇങ്ങനെ അവയവങ്ങൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ ഒരു ആന്തരിക ബന്ധം, ഒരു ജൈവ ബന്ധം, ഒരു ഓർഗാനിക് ബന്ധം ഉണ്ട്. ഈ ബന്ധം സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് ഒന്ന്, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ ശരീരമല്ല, ഐ ആം നോട്ട് ദ ബോഡി. രണ്ട്, എനിക്ക് നിന്നെ ആവശ്യമില്ല, നീയില്ലാതെ ഞാനില്ല. കുറുവടികൾ ആഞ്ഞു വീശുന്ന കാലത്ത് അന്യോന്യം ഊന്നുവടികളാവാം, അന്യോന്യം തോൽപ്പിക്കാതിരിക്കാം. അങ്ങനെ ഒരു സമൂഹമായി നമ്മൾക്ക് വളരാം. ആ സമൂഹത്തിൻ്റെ പേരാണ് അനുരഞ്ജന സമൂഹം. ആ സമൂഹത്തിന് കൊടുക്കാവുന്ന പേരാണ് സഭ, ഒരു ശരീരം എന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.